ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് റീഗ്രഷനാണ്. റീഗ്രഷൻ്റെ വ്യത്യസ്ത ടൈപ്പുകളാണ്. പ്രധാനപ്പെട്ട മൂന്ന് ടൈപ്പ് ഓഫ് റീഗ്രഷൻസ് ആണ് ഉള്ളത്. സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റീഗ്രഷൻ, സെക്കൻഡ് വൺ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റീഗ്രഷൻ, തേർഡ് വൺ ടോട്ടൽ ആൻഡ് പാർഷ്യൽ റീഗ്രഷൻസ്. അതിൽ ഒന്നാമത്തേത് സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റീഗ്രഷൻ. അതായത് നമ്മൾ റിഗ്രഷൻ അനാലിസിസിൽ രണ്ട് വേരിയബിൾസിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ? ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. സോ in regression equations there have only two variables, that is dependent and independent variables. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈപ്സ് ഓഫ് റിഗ്രഷൻസ് പഠിക്കുന്ന സമയത്ത് ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിനെ കുറിച്ചും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ കുറിച്ചും ചെറിയൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ നോക്കാം, സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റീഗ്രഷൻ ആണ്. അതിൽ ഇൻ സിമ്പിൾ റീഗ്രഷൻ അനാലിസിസ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ടു വേരിയബിൾസ് ഓൺലി, ഓഫ് വിച്ച് വൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ദ അതർ ഈസ് ഡിപ്പെൻഡൻറ്റ്. അതായത് സിമ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റഡിയിൽ രണ്ട് വേരിയബിൾസിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. ആ രണ്ട് വേരിയബിൾസിൽ ഒരു വേരിയബിൾ എന്തായിരിക്കും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും, മറ്റു വേരിയബിൾ എന്തായിരിക്കും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. ഓക്കെ, അതാണ് സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? രണ്ട് വേരിയബിൾസ് ഉണ്ടായിരിക്കുള്ളൂ. അത് ഏതൊക്കെയാണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമായിരിക്കാം ഉണ്ടാവുക. ഓക്കെ, ഇനി എന്താണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്? ഇൻ റിഗ്രഷൻ അനാലിസിസ് ഈസ് സെഡ് ടു ബി multiple regressions only if a dependent variable is modeled as a function of several independent variables. അതായത് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അർത്ഥം അറിയാലേ, ഒന്നിൽ രണ്ടിൽ കൂടുതൽ എന്നുള്ളതായിരിക്കും മൾട്ടിപ്പിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് മൾട്ടിപ്പിൾ റിഗ്രഷനിൽ പറയുന്നത് റിഗ്രഷൻ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉപയോഗിക്കുന്നതിനാണ് എന്ന് പറയുന്നത് റിഗ്രഷൻ, മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. കണ്ടോ, അതാണ് പറഞ്ഞത്. റിഗ്രഷൻ അനാലിസിസ് സെറ്റ് ടു ബി മൾട്ടിപ്പിൾ റിഗ്രഷൻ ഓൺലി ഈഫ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് മോഡൽഡ്. കണ്ടോ, ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ് നമുക്ക് കണ്ടെത്താനുള്ളത്, അൺനോൺ വാല്യൂ ആയിരിക്കും. അപ്പോൾ അതിന് ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് സെവറൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം സ്റ്റഡിയാണിത് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ട് ചെറിയൊരു കാര്യം, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ ഡിമാൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. ആ ഒരു അണ്ടർ സ്റ്റഡിയിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഡിമാൻഡാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഡിമാൻഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് മറ്റു ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റു വേരിയബിൾസ് ആയിട്ടുള്ള പ്രൈസും അതുപോലെ തന്നെ ഇൻകം ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും ഇൻകവും പഠിക്കാനെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു ഡിമാൻഡിൻ്റെ, ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൻ്റെ മൂവിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്, പ്രൈസും ഇൻകം എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസുമാണ്. മനസ്സിലായില്ലേ? അതാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് പറയുന്നത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷനാണ്. ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷനാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അതെന്താ പറയുന്നത്? ഇഫ് ഓൾ ദ വാല്യൂസ് ഓഫ് ബോത്ത് ദ ഗിവൺ ടു വേരിയബിൾസ് ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ് we will get the curve of regression which can be formed to a straight line. The regression is termed as linear. അതായത് നമുക്ക് തന്നിട്ടുള്ള രണ്ട് വേരിയബിൾസിൻ്റെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. ആ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമുക്കൊരു കർവ് കിട്ടും അല്ലേ? ആ കർവ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ റിഗ്രഷനാണ് എന്ത് പറയുന്നത്, ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ആണോ?
If such a curve of regression is formed to a straight line, the regression is linear regression. ഓക്കെ, ഇനി പറയുന്നത് ഇഫ് ദ റിഗ്രഷൻ ഈസ് നോട്ട് ഫോംഡ് ആസ് എ സ്ട്രൈറ്റ് ലൈൻ. ഇനി നമ്മൾ പറയുന്നത് നോൺ ലീനിയറിനെ കുറിച്ചാണ്, നോൺ ലീനിയർ റിഗ്രഷനെ കുറിച്ചാണ്. അതിൽ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ അടയാളപ്പെടുത്തുന്ന ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്ന ഡാറ്റാസ് പ്ലോട്ട് ചെയ്തിട്ട് കിട്ടുന്ന കർവ് ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ല എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? നോൺ ലീനിയർ നോൺ ലീനിയർ റിഗ്രഷനും ആയിരിക്കും. If the regression is not formed as a straight line, it is known as non-linear regression. Non-linear regression ആണ്. ഓക്കെ, ദെൻ തേർഡ് വൺ, മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ ആൻഡ് പാർഷ്യൽ റിഗ്രഷൻ ആണ്. എന്താണ് അത് പറയുന്നത്? ഇൻ ടോട്ടൽ റിഗ്രഷൻ അനാലിസിസ് all the influencing independent variables are considered while for estimating the value of dependent variable. നമുക്കറിയാം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺനോൺ വാല്യൂ ആണ്, നമ്മൾ കണ്ടെത്തേണ്ട വാല്യൂ ആണ് അണ്ടർ റിഗ്രഷൻ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ആ റിഗ്രഷൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള എല്ലാ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും പോയി 1, 2, 3, 4, 5 എത്ര ഉണ്ടെങ്കിലും അത്രയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഈ ഡിപ്പെൻഡൻറ്റ് വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതാണെന്ത്? ടോട്ടൽ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ റിഗ്രഷൻ എന്തായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഇപ്പോൾ ഒരു 5 ഇൻഡിപെൻഡൻറ്റ് ഒരു ഡിപ്പെൻഡൻറ്റ് വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു 5 ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ 5 നമുക്ക് പ്രധാനമായിട്ട് അല്ലെങ്കിൽ അതിൽ 1, 2 അല്ലെങ്കിൽ 3 മാത്രമേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 5 3 എടുത്താൽ മതി. അതാണെന്ത്? പാർഷ്യൽ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ശരിക്കും പറയണമെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അത്യാവശ്യപ്പെട്ടതിന് മാത്രം എന്ത് ചെയ്യാം? ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് എന്ത്? പാർഷ്യൽ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻ പാർഷ്യൽ റിഗ്രഷൻ അനാലിസിസ് ഇൻഫ്ലുവൻസസ് ഓഫ് വേരിയബിൾ വിച്ച് ആർ നോട്ട് റെലവൻറ്റ് ഫോർ ഗിവൺ പർപ്പസ് ആർ എക്സ്ക്ലൂഡഡ്. കണ്ടോ, നമുക്ക് കണ്ടെത്താനുള്ള ആവശ്യമായിട്ടില്ലാത്ത ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? എക്സ്ക്ലൂഡ് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ്. ആവശ്യമുള്ളത് മാത്രം ഈ ഒരു റിഗ്രഷൻ അനാലിസിസിൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്താൽ മതി. അതാണ് പാർഷ്യൽ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആണ്. കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, ഓരോ പോയിന്റ് വേഗം നോക്കാം നമുക്ക്. ഒന്നാമത് പറയുന്നത് കോറിലേഷൻ ഈസ് യൂസ്ഡ് ടു റിപ്രസെൻറ്റ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഗിവൺ വേരിയബിൾസ്. കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾസിൻ്റെ ഒരു ലിനിയർ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാണിത് കോറിലേഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ ആണെങ്കിൽ റിഗ്രഷൻ ഈസ് യൂസ്ഡ് ടു ഫിറ്റ് ദ ബെസ്റ്റ് ലൈൻ അല്ലേ. റിഗ്രഷൻ ഈസ് യൂസ്ഡ് ടു ഫിറ്റ് ദ ബെസ്റ്റ് ലൈനാണ്. ഏതാണ് ബെസ്റ്റ് ആ ലൈൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഗ്രഷൻ ഉപയോഗിക്കുന്നത്. ആൻഡ് ടു എസ്റ്റിമേറ്റ് വൺ വേരിയബിൾ ഈ ബേസ്ഡ് ഓൺ ദ അതർ. നമുക്കറിയാം എന്താണ് അത് മാത്രമല്ല, എസ്റ്റിമേറ്റ് വൺ വേരിയബിൾ ബേസ്ഡ് ഓൺ ദ അതർ. നമുക്കറിയാം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. ഒന്നിൻ്റെ സഹായത്താൽ എന്ത് ചെയ്യണം? നമ്മൾ മറ്റൊന്നിനെ കണ്ടെത്താണ് ഈ റിഗ്രഷൻ അനാലിസിസിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമ്മളതിൻ്റെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത് പറയുന്നത് കോവിഷൻ ഓഫ് കോറിലേഷൻ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ആൻഡ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ടു വേരിയബിൾസ് മൂവ്. ഈ കോറിലേഷൻ കോവിഷനിൽ പറയുന്നത് എന്താണ്? ഡയറക്ഷൻ ആൻഡ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ടു വേരിയബിൾസ് മൂവ്. രണ്ട് വേരിയബിൾസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് അല്ലെങ്കിൽ ഏതൊരു ഡയറക്ഷൻ രീതിയിലാണ് അവർ മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനാണ് കോറിലേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കോറിലേഷൻ കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് ഫിഗർ കിട്ടാറുണ്ട്, പോസിറ്റീവ് ഫിഗർ കിട്ടാറുണ്ട് അല്ലേ, 0 കിട്ടാറുണ്ട്, അങ്ങനെയൊക്കെ വാല്യൂസ് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു അടിസ്ഥാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കോറിലേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കോവിഷൻ ഓഫ് റിഗ്രഷൻ ഇൻഡിക്കേറ്റ്സ് ദ ഇമ്പാക്റ്റ് ഓഫ് സച്ച് ചേഞ്ച് ദാറ്റ് ഈസ് ദ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഓൺ ദ ബേസിസ് ഓഫ് ദ അതർ. അപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ മാറ്റം നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എത്രത്തോളം ചേഞ്ചസ് വരുത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കോവിഷൻ്റെ റിഗ്രഷനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. മൂന്നാമത് പറയുന്നത് ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച് ഇൻ കോവിഷൻ ഓഫ് കോറിലേഷൻ ഈവൻ ഇഫ് ദ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ ഇൻ്റർചേഞ്ച്ഡ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താലും എന്തിൻ്റെ വാല്യൂവിൽ മാറ്റം വരുന്നില്ല? കോറിലേഷൻ്റെ വാല്യൂവിൽ മാറ്റം വരില്ല അല്ലേ. അപ്പോൾ നമ്മൾ എക്സ് ആക്കി ഒന്നെടുത്തു, വൈ ആക്കി ഒന്നെടുത്തു, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വൈ ഉള്ളത് എക്സ് ആക്കിയാലും എക്സ് ഉള്ളത് വഴി ആക്കിയാലും എന്ത് ചെയ്യുന്നില്ല?
കോഎഫിഷ്യൻ്റ് കോറിലേഷൻ്റെ വാല്യൂ മാറില്ല. നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു ഡാറ്റ തന്നെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. പക്ഷേ റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ എടുക്കുന്ന കണ്ടില്ലേ, എക്സും വൈയും എടുക്കുന്ന സമയത്ത് ഒന്ന് ഡിപ്പെൻഡൻ്റ് ആണ്, ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എക്സും ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയും കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന വാല്യൂസ് തെറ്റ് വരും അല്ലേ. വാല്യൂസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൺ വൈ ആൻഡ് റിഗ്രഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വൈ ഓൺ എക്സ് ആർ ഡിഫറൻറ്റ്. കണ്ടോ, അതുകൊണ്ടാണ് അത് രണ്ടും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ട് തന്നെ നമ്മൾ എക്സും വൈയും പ്ലോട്ട് ചെയ്യണം. ഓക്കെ, നാലാമത് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് നോട്ട് എ പ്രീ റിക്വസിറ്റ് ഫോർ കാൽക്കുലേറ്റിംഗ് കോറിലേഷൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കോറിലേഷൻ അനാലിസിസിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതാണ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതാണ് എന്നുള്ളതൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട, മുൻകൂട്ടി തീരുമാനിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിൻ്റെ വേരിയബിൾ താഴേക്ക് എഴുതുന്നു, വൈ വേരിയബിൾസും താഴേക്ക് എഴുതുന്നു, ഇക്വേഷൻ എഴുതുന്നു, സൊല്യൂഷൻ ചെയ്യുന്നതാണ് അല്ലേ. നമുക്കത് മുൻകൂട്ടി ഏതാണ് ഡിപ്പെൻഡൻറ്റ് ഏതാണ് ഇൻഡിപെൻഡൻറ്റ് കാര്യത്തിലൊന്നും കണ്ടെത്തേണ്ട ഒരു ആവശ്യം കോറിലേഷൻ്റെ കേസിൽ ഇല്ല. പക്ഷേ റിഗ്രഷൻ്റെ കേസിൽ എന്താണ് സ്ഥിതി? റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് implies that y is dependent variable while x is independent. നമുക്കറിയാം റിഗ്രഷനിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, y on x ഉണ്ട്, x on y ഉണ്ട്. അപ്പോൾ ഓരോ കേസിലും ഓരോന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഡിനോട്ട് ചെയ്യണം, ഏതാണ് എക്സ് ഏതാണ് വൈ എന്നുള്ളത്, ഏതാണ് ഡിപ്പെൻഡൻ്റ് ഏതാണ് ഇൻഡിപെൻഡൻ്റ് എന്നുള്ളത് കൃത്യമായിട്ട് ഡിനോട്ട് ചെയ്യണം. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് കോറിലേഷൻ ഷോസ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് നോട്ട് ദ കോസ് ആൻഡ് എഫക്റ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. കോറിലേഷൻ എന്താ കാണിക്കുന്നുള്ളൂ, ആ രണ്ട് വേരിയബിൾസിൻ്റെയും റിലേഷൻഷിപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നോട്ട് ദ കോസ് ആൻഡ് എഫക്റ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ്. ആ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റീവ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നില്ല, കോറിലേഷനിൽ നമ്മൾ കാണുന്നില്ല. ഇവിടെ എന്താണ് സ്ഥിതി, റിഗ്രഷനിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കോസ് ആൻഡ് എഫക്റ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് ആൻഡ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ്. റിഗ്രഷൻ അനാലിസിസിൻ്റെ കേസിൽ എന്താ സ്ഥിതി, ആ രണ്ട് വേരിയബിൾസും തമ്മിലുള്ള കോസ് ആൻഡ് റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോബ്ലം ചെയ്ത സമയത്ത് വൈഫിൻ്റെ ഏജൊക്കെ കണ്ടെത്തുന്ന സമയത്ത് അല്ലേ, അപ്പോൾ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് കോറിലേഷൻ ഈസ് കൺഫൈൻഡ് ടു ഓൺലി ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ് ആൻഡ് ഹെൻസ് ഇറ്റ് ഹാസ് ഓൺലി ലിമിറ്റഡ് ആപ്ലിക്കേഷൻസ്. കോറിലേഷൻ എന്ത് കാണിക്കുന്നുള്ളൂ, ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ലിമിറ്റഡ് ആപ്ലിക്കേഷൻസ് ആണ്, എല്ലാ മേഖലയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഒരു പോയിന്റ് ആലോചിച്ചാൽ മതി, ലിമിറ്റഡ് ആപ്ലിക്കേഷൻസ് ആണെന്നുള്ളത് ആലോചിച്ചാൽ മതി. എല്ലാ മേഖലയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മറ്റെന്തായിരിക്കും, വൈഡർ ആപ്ലിക്കേഷനാണ്. കോഎഫിഷ്യൻ്റ് കോറിലേഷൻ എന്ന് പറയുന്നത് റിഗ്രഷൻ അനാലിസിസ് വൈഡർ ആപ്ലിക്കേഷനാണ്. എല്ലാ മേഖലയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ബോത്ത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ്. ഓക്കെ, അടുത്ത പറയുന്നത് കോറിലേഷൻ ഈസ് നോട്ട് മച്ച് യൂസ്ഫുൾ ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. കോറിലേഷൻ എന്ന് പറയുന്നത് വേറെ മറ്റ് രീതിയിലുള്ള മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിന് എന്ത് ചെയ്യില്ല, സഹായിക്കുന്നില്ല. ദെൻ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. മറ്റു മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിന് ഈ റിഗ്രഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത് പറയുന്നത് ദർ മേ ബി സ്പ്യൂരിയസ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. സ്പ്യൂരിയസ് മീൻസ് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യത ഇല്ലാത്ത എന്നുള്ള അർത്ഥമുണ്ട്. ദർ മേ ബി സ്പ്യൂരിയസ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാല്യൂസ് കോറിലേഷൻ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നില്ല, അതാണ് പറയുന്നത്. റിഗ്രഷൻ അനാലിസിസ് ദർ ഈസ് നോ സച്ച് സ്പ്യൂരിയസ് റിഗ്രഷൻ. തെറ്റായിട്ടുള്ള റിഗ്രഷൻ അനാലിസിസ് ആയിരിക്കില്ല എവിടെ ഉണ്ടാകുന്നത്, റിഗ്രഷൻ അനാലിസിസിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ റിഗ്രഷൻ അനാലിസിസ് ആൻഡ് correlation analysis. Okay.